ഒരു കഥ പറയട്ടെ. ഒരു കുട്ടി എല്ലായ്പ്പോഴും വളരെ സന്തോഷവാനായി അഭിനയിക്കുമായിരുന്നു. സുഹൃത്തുക്കളുടെ മുന്നിൽ തമാശയൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കുന്നയാൾ. പക്ഷെ രാത്രിയാകുമ്പോൾ അവൻ്റെ മനസ്സ് ഭയങ്ങളും ചിന്തകളും ഒക്കെ കൊണ്ടങ്ങ് നിറയും. ഞാനൊന്നും ചെയ്യുന്നത് ശരിയായില്ല, ഞാനിന്ന് എന്താ ചെയ്തത് എന്നുള്ള നിരാശപ്പെടുത്തലുകൾ മാത്രം. എന്ന ചിന്തകൾ പതിയെ പതിയെ അയാളെ തളർത്തിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം എല്ലാം വിട്ട് ഒറ്റയ്ക്കൊരു യാത്ര പോകാൻ തീരുമാനിച്ചു. വലിയ പ്ലാനുകളൊന്നുമില്ല. ബസ്സിൽ കയറി മലനിരയിലുള്ള ഒരു ഗ്രാമത്തിലേക്ക്. അവിടെ എത്തിയിട്ട് ചെറിയ മഴയൊക്കെ നനഞ്ഞ് ഒരു ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് വർഷങ്ങൾക്ക് ശേഷം സമാധാനത്തോടെ ഒരു നിമിഷം ഇരുന്നു എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായി. ചുറ്റും ആരും അവനെ അറിയുന്നില്ല. ആരെയും ഇംപ്രസ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. അടുത്ത ദിവസം വഴിയിൽ കണ്ട ഒരാൾ അവനോട് വന്ന് ചോദിച്ചു, നീ ഒറ്റയ്ക്കാണോ വന്നേന്ന്? തിരിച്ചു മറുപടി ഒന്നും വരാനില്ലാത്തതുകൊണ്ട് മിണ്ടാതെ നിന്നു. എന്നിട്ട് അയാൾ അവനോട് പറഞ്ഞു, ജീവിതം എല്ലായ്പ്പോഴും വേഗത്തിൽ ഓടേണ്ട യാത്രയല്ല മകനെ, ചിലപ്പോൾ നിൽക്കാനും ചുറ്റും നോക്കാനും പഠിക്കണം. എന്തിനിപ്പോൾ അയാളത് അവനോട് പറഞ്ഞെന്നറിയില്ല, പക്ഷെ അവനത് കൊണ്ടു. ആ വാക്കുകളെ അവന്റെ മനസ്സിൽ അങ്ങനെ തങ്ങി. ആ യാത്ര കഴിഞ്ഞപ്പോൾ അവന്റെ എല്ലാ പ്രശ്നങ്ങളൊന്നും മാറിയില്ല, പക്ഷെ അവൻ ആദ്യമായിട്ട് മനസ്സിലാക്കി, തളരുന്നത് ഒരു തോൽവിയല്ല, മനസ്സിന് വിശ്രമം കൊടുക്കുന്നതും ജീവിതത്തിന്റെ ഭാഗമാണ്. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവന്റെ മുഖത്തൊരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം അവൻ ഒരു സ്ഥലം മാത്രം കണ്ടില്ല, കുറച്ചു കാലമായി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സ്വന്തം മനസ്സിനെ വീണ്ടും കണ്ടെടുക്കാൻ പറ്റിയെന്നുള്ള സമാധാനം അവനുണ്ടായിരുന്നു. അതൊക്കെ കേട്ട് ബോറായി കാണും. പറഞ്ഞു വന്നെന്തായാലും വെച്ചാല് നമ്മള് കല്യാണത്തിന് പോകാറങ്ങിയല്ലേ, അപ്പോൾ കല്യാണ വീട് എടുക്കാറായി. കൈ കൊടുക്കുന്ന കണ്ടാത്തൊന്നും പുള്ളിയെ 10-12 വർഷം പരിചയമുള്ള ആളാണെന്ന്. ആദ്യമായിട്ട് കാണുകയാണേ. കല്യാണത്തിന് വന്നതാണെന്ന് പറഞ്ഞു. ഓഹോ, നമ്മുടെ വീട്ടിലെ കല്യാണോ, എന്താ കാര്യം? ഇത് വഴിയോ? ഇനി ഇവിടെ വഴി? അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. കല്യാണ വീട്ടിലോട്ട് പോകാൻ വഴിയില്ല, ഈ മല കയറി വേണം പോകാൻ.